So we are extremely happy. Now we got a classroom here. Alumni Association of MES Patambi is going to have a classroom in MES school in the future. That is something very, very great. So we can get into the school by telling still we are having a classroom in MES Patambi, and that is in the right way, or that is in the left corner. To any juniors, any sub-juniors, even to the Montessori students, we can tell we are 1997 batch or so and so. We are having a special, unique classroom there in the corner. Thank you very much, sir. And once again, I want to tell from our side, we will be delivering the best to MES Patambi, because we born and brought up from here. This soil and the smell of the soil, we are never and ever forget. Sir, we are promising once again the best from MES, best towards MES School Patambi. Next one is our job site inauguration. As like sir mentioned, we are going to have a super Montessori within couple of years. So MES is transforming. So surely we all should transform. So MES as such is far ahead. At the same time, we are going to have our own unique job site from here onwards. You can upload your biodata to our job site. At the same time, nobody other than MES School Patambi alumni can enter into this job site. This is an exclusive job site, and other company can go through with our permission. So in future, this is going to be a perfect job site for new jobs and all. So let me welcome the right person to inaugurate this job site, and that is Mr. KSBA Tangal. I invite K. Said Badruddin Atakoy Tangal to the dais to inaugurate our job site. Please, sir. Now I request sir to have a discourse for us. അഭിവന്ദ്യനായ പട്ടാമ്പിയിലെ MESന്റെ സ്ഥാപക നേതാവ് ഡോക്ടർ അബൂബക്കർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികളായ നാസർ, ആഷിഖ്, മറ്റ് MESന്റെ മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളെ, മുൻ PTA പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ മാസ്റ്റർ, മറ്റു പൂർവ്വ വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, അധ്യാപികമാരെ, ദീർഘമായൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. നിങ്ങളുടേതായ പരിപാടികൾ ആകാംക്ഷയോടെ അതിൻ്റെ കാത്തിരിപ്പിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ടൈം കൂടുതൽ അപഹരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ച് അതിൻ്റെ രണ്ടാമത്തെ ഒത്തുചേരലാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന എന്ന ലക്ഷ്യം കേവലം നിങ്ങളുടെ പരിചയം പുതുക്കുന്നതിനും ഒരു ഒത്തുചേരലിനും മാത്രമായി ചുരുക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് നിങ്ങളോട് നടത്താനുള്ളത്. ഇങ്ങനെ ഒരു ഒത്തുചേരൽ ഉണ്ടാകുമ്പോൾ ആ ഒത്തുചേരൽ കൊണ്ട് പോലും ഈ സമൂഹത്തിന് ഗുണമുണ്ടാവുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഈ ഒത്തുചേരൽ. അതിനുള്ള പ്രചോദനവും കൂടി ആയിരിക്കണം. വളരെ വികാരനിർഭരമായ ഒത്തുചേരലാണ്. ഇനിയിപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടത് അടുത്ത 4 വർഷം കഴിഞ്ഞ്, അതിലും എനിക്ക് ചെറിയൊരു അഭിപ്രായമുണ്ട്. ആ 4 എന്നുള്ളതൊരു 3 വർഷമാക്കി ചുരുക്കണം. 4 വർഷം കുറച്ച് അധികമാണ്. കാരണം ഒരു തവണ എന്തെങ്കിലും കാരണവശാൽ ഇതിൽ പങ്കെടുക്കാൻ പറ്റാതെ ഒരു കുട്ടി വന്നാൽ പിന്നെ 8 വർഷമായിട്ടാണ് ആ കുട്ടിക്ക് ഇതിൽ പങ്കെടുക്കാൻ ആ വ്യക്തിക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ അതൊരു 3 വർഷമാക്കി ചുരുക്കണം. ഇങ്ങനെ ഒരു ഒത്തുചേരൽ സംഘടിപ്പിക്കാൻ ഒട്ടേറെ പ്രയാസങ്ങൾ ഇതിൻ്റെ ഭാരവാഹികൾ അനുഭവിക്കുന്നുണ്ട്. ഒട്ടേറെ അവരുടെ സമയങ്ങൾ അപഹരിക്കപ്പെടുന്നുണ്ട് എന്നൊക്കെ അറിയാം. എങ്കിലും അതൊരു 3 വർഷമാക്കി ചുരുക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റുമുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം ഒരു കാര്യം, നിങ്ങളുടെ ഈ ഒത്തുചേരൽ കൊണ്ട്, ഈ അലുമിനി അസോസിയേഷൻ കൊണ്ട് ഈ സ്ഥാപനത്തിന് മാത്രമല്ല ഈ സമൂഹത്തിനും എന്തൊക്കെ ഗുണം ചെയ്യാൻ കഴിയും എന്ന് നിങ്ങളിതിൻ്റെ കൂടെ ആലോചിക്കണം.
അത് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ കാര്യം വിദ്യാർത്ഥി സമൂഹം തന്നെ മുമ്പത്തെ അഭ്യസ്തവിദ്യരല്ലാത്ത ജനത വർഗീയപരമായി എത്ര കണ്ട് ചിന്തിച്ചിരുന്നുവോ അതിനേക്കാൾ അധികമാണ് ഇന്ന് അഭ്യസ്തവിദ്യരായ ജനത ചിന്തിക്കുന്നത് എന്നുള്ള ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ വർഗീയതക്കെതിരെയുള്ള പോരാട്ടം ഈ രാഷ്ട്രത്തോടുള്ള കൂറ്, ഈ രാഷ്ട്രത്തെ ദുർബലപ്പെടുത്താനുള്ള തീവ്രവാദ ചിന്തകൾക്കെതിരെയുള്ള പോരാട്ടം, ഇതിനൊക്കെ ഒരു ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒത്തുചേരലായിരിക്കട്ടെ നിങ്ങളുടെ ഈ ഒത്തുചേരൽ എന്ന് ആശംസിച്ചുകൊണ്ട് നേരത്തെ ഡോക്ടർ അബൂബക്കർ അവർ സൂചിപ്പിച്ച പോലെ ഈ സ്കൂളിലൊരു പൂർവ്വ വിദ്യാർത്ഥി ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അതിൽ വിളിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ അഭിപ്രായം എന്തെന്ന് കേൾക്കുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി വളർന്നു വന്നതിനെ ഷാഫി പറമ്പിലിനെ അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. We got lot of doctors, we got lot of engineers, we got lot of professionals, we got lot of MBA holders, we got lot of businessmen here. Now, at the same time, we got a VIP, as like Sir mentioned and as like Doctor mentioned. We got a VVIP here right from school, right from the side of students, and that is the one and only Shafi Parambil. A person with a vivid vision in his mind regarding the mind of school, the mind of students. At the same time, he is a person who can play with language. He is an extreme orator. At the same time, he is a voracious reader too. If you listen to him till 4 o'clock, you can listen to him. There is no need of any official function if I hand over this mic to Shafi. But I know you all are waiting to hear his voice through this mic. So let me welcome the one and only Shafi Parambil, the secretary of MES School Alumni, at the same time the president of Kerala Students' Union, to the dais. Before going for a talk, let me invite our president, the man behind the real metal, Abdul Nasser AK, to the dais. Now, I want to tell one more thing. Nasser conveyed very serious thing to me. That means KSBA Tangal requested for reducing the year to 3, and he is going to give the official thing, that is, he decided to have the function right on 2012. Okay? If there is no earthquake and if there is no tsunamis, okay? So he'll be officially disclosing that.